Okay, once again we will discussing about wonders of India. Okay, here are some famous monuments of India. Write their names, which state do each of them lie in. Write the code അല്ലേ? കോഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ കോഡ് എഴുതിയല്ലേ? നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ മോണ്യുമെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അല്ലേ? ഏതൊക്കെ മോണ്യുമെന്റ്സ് ആണ് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോണ്യുമെന്റ്സിനെ കുറിച്ച് പറയാം അല്ലേ? അന്ന് നമ്മൾ മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലേ? ഒന്ന് രണ്ട് മോണ്യുമെന്റ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് വൺ monuments. Hawa Mahal, Sun Temple, Lotus Temple, Sanji Stupa, Gol Gumbaz, Victoria Memorial, Buland Darwaza. These are the famous monuments in India. Okay, these are the famous monuments in India, and we found that which state they lie in. അല്ലേ? ഏതൊക്കെ സ്റ്റേറ്റിലാണ് അതുള്ളതെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്തിട്ട് എഴുതണം അല്ലേ? Then first one, here is a picture of Gol Gumbaz. അല്ലേ? അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. That's a picture of Gol Gumbaz. Okay, that is the picture of Gol Gumbaz, and here are some states and their codes. And first one is state Odisha, code A. Second one Karnataka, code B. Third one Rajasthan, code C. Fourth Madhya Pradesh, code D. And fifth one New Delhi, code E. Sixth Uttar Pradesh, F. Seventh West Bengal, G. These are the codes. Okay, and ഏതൊക്കെ monument ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് ഫൗണ്ട് ചെയ്യുക, അതിന്റെ കോഡ് നമ്മൾ റൈറ്റ് ചെയ്യുക. കോഡ് എഴുതാൻ പറയുന്നത് വേറെ ഒന്നിനുമല്ല, ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് കണ്ടുപിടിക്കുക, ജസ്റ്റ് കോഡ് എഴുതുക. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയിലാണ് കോഡ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മെയിൻ തിങ് ഈസ് ദാറ്റ് which monument is in which state അല്ലേ? അതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത്. ഏതൊക്കെ monument ഏതൊക്കെ സ്റ്റേറ്റിലാണ് എന്നാണ് ചോദിക്കുന്നത്. കോഡ് എഴുതാൻ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള നിലയിൽ കോഡ് എഴുതാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കോഡ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എക്സാമിന് വരാം അല്ലേ? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഉണ്ടാകാം. മോണ്യുമെന്റ് തന്നിട്ട് സ്റ്റേറ്റിന് കോഡും തന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ് ആണെന്ന് കോഡ് എഴുതാൻ വേണ്ടി നമ്മളോട് പറയാം അല്ലേ? ഓക്കെ, then first one Gol Gumbaz അല്ലേ? Gol Gumbaz is code number B. That means Gol Gumbaz is in Karnataka. Okay, Gol Gumbaz is in Karnataka. Okay, Gol Gumbaz is a famous monument in Karnataka. It is constructed in the year of 6056. ഓക്കെ, ഇയർ നമുക്ക് പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് മോണ്യുമെന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ? സോറി, ഇയർ പറഞ്ഞു എന്നേ ഉള്ളൂ. Gol Gumbaz is a famous monument in Karnataka അല്ലേ? We are going to study about wonders of India. Okay, ഇന്ത്യയിലുള്ള wonders അല്ലേ? 7 wonders are there. 7 അത്ഭുതങ്ങൾ ഉണ്ടല്ലേ? 7 wonders of India. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇന്ത്യയിലുള്ള 7 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വണ്ടേഴ്സ്. ഓക്കെ, ഡു യു നോ അബൌട്ട് വണ്ടേഴ്സ്? വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? അത്ഭുതങ്ങൾ അല്ലേ? മോണ്യുമെന്റ്, ഡു യു നോ അബൌട്ട് മോണ്യുമെന്റ്? മോണ്യുമെന്റ് എന്ന് വെച്ചാൽ എന്താ അറിയാമോ? മോണ്യുമെന്റ് അറിയില്ല, എന്നിട്ടാണോ മോണ്യുമെന്റിനെ കുറിച്ച് കേട്ടോണ്ടിരിക്കുന്നത്? ഓക്കെ, എഡ്വിൻ, എന്താണ് മോനെ മോണ്യുമെന്റ്? ഡു യു നോ അബൌട്ട് മോണ്യുമെന്റ്? ആർ യു ഹേർഡ് അബൌട്ട് മോണ്യുമെന്റ്? എഡ്വിൻ തോമസ്, അൺമ്യൂട്ട്. അറിയില്ല അല്ലേ? ഓക്കെ, ആർക്കാ അറിയാ? മോണ്യുമെന്റ് എന്ന് വെച്ചാൽ എന്താണ് അറിയില്ല അല്ലേ? മോണ്യുമെന്റ് എന്ന് വെച്ചാല് സ്മാരകങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. മ്യൂസിയം ഒക്കെ ഇല്ലേ? ജെവിൻ ജേക്കബ് എന്തോ പറയുന്നുണ്ട്. എന്താണ് ജെവിൻ? വലിയ വലിയ സ്ഥലങ്ങളെ കുറിച്ചുള്ളത്. വലിയ വലിയ സ്ഥലങ്ങളെ കുറിച്ച് അല്ലേ? നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലേ? ടൂറിസ്റ്റ് പ്ലേസ്, അവിടുത്തെ എന്താണ് സ്മാരകങ്ങളും നമ്മൾ ടൂറിസ്റ്റ് ഒക്കെ പോയി കാണുന്ന മ്യൂസിയം ഒക്കെ അല്ലേ? അതൊക്കെയാണ് മോണ്യുമെന്റ്സ് എന്നറിയപ്പെടുക. ഓക്കെ, മോണ്യുമെന്റ്സ്. ഓക്കെ, അപ്പോ ഫേമസ് മോണ്യുമെന്റ്സ് ആണ് ഇന്ത്യയിലുള്ള ഓരോരോ
മോണ്യൂമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഗോൾ ഗുംബസ് ഇസ് എ മോണ്യൂമെന്റ് അല്ലേ? അത് ടൂറിസ്റ്റ് ഒക്കെ വിസിറ്റ് ചെയ്യുന്ന, അതായത് താജ്മഹൽ ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു മോണ്യൂമെന്റ് ആണ് ഗോൾ ഗുംബസ്. താജ്മഹൽ നമ്മളിപ്പോ പോവാറില്ലേ, മൈസൂർ പാലസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടൂർ പോവാറില്ലേ, അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്മാരകങ്ങളാണിത്, മോണ്യൂമെന്റ്. ഓക്കെ, ചരിത്ര സ്മാരകങ്ങളാണ്. ഇൻ ഈച്ച് മോണ്യൂമെന്റ് ഹാഡ് എ ഹിസ്റ്ററി അല്ലേ? എല്ലാ മോണ്യൂമെന്റിനും ഓരോരോ ചരിത്രങ്ങൾ ഉണ്ടാവും അല്ലേ? ഓക്കെ, then Gol Gumbaz is a monument in Karnataka. It is constructed in the year of 1656. 1656 ഗോൾ ഗുംബസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗോള ഗുമ്മാട്ട. ഇറ്റ്സ് ദ ഓൾ നെയിം ഓഫ് ഗോൾ ഗുംബസ്. ഗോള ഗുമ്മാട്ട ഈസ് ദ all name of Gol Gumbaz. That means, literally means of Gol Gummata is circular dome. Okay, Gol Gumbaz is a monument, is situated in Karnataka. Okay, Gol Gumbaz is a monument, is situated in Karnataka state. Okay, Karnataka state lulla oru famous monument aanu Gol Gumbaz. Okay, right, is it clear? Where is Gol Gumbaz? Is in Karnataka state. Okay, Gol Gumbaz is in Karnataka state. It is also known as Gol Gummata. It is also known as Gol Gummata. Other name of Gol Gumbaz is Gol Gummata. Okay, and that is literally sense meaning is circular dome. Circular dome nanu Gol Gummata ennulla meaning inde മീനിങ്. ഗോൾ ഗുമ്മാട്ട എന്നുള്ള വേർഡിന്റെ മീനിങ് സർക്കുലർ ഡോം എന്നാണ്. അതായത് ഈ ഗോൾ ഗുംബസ് എന്ന് പറയുന്ന മോണ്യൂമെന്റ് ഗോൾ ഗുമ്മാട്ട എന്ന് പറഞ്ഞ പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. GOLAGOMMATA, ഗോള ഗുമ്മാട്ട എന്ന് പറഞ്ഞ പേരിലും കൂടെ ഗോൾ ഗുംബസ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതർ നെയിം ഓഫ് ഗോൾ ഗുംബസ് ഈസ് ഗോള ഗുമ്മാട്ട. ഓക്കെ, ക്യാൻ യു ഹിയർ മീ? Okay, Rilu, what's the problem? Rilu, എന്താണ് മോളെ? അൺമ്യൂട്ട് ചെയ്ത മോളെ. എന്താണ് മോളെ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, റിലു എന്താണ് മോളെ പ്രോബ്ലം? ഐ തിങ്ക് you are facing some network problem. Okay, okay, first one is Gol Gumbaz. Look at the picture of Gol Gumbaz. Okay, Gol Gumbaz inde picture nokkiyo. First one, that is Gol Gumbaz in Karnataka. That's a famous monument in Karnataka. Okay, that is Gol Gumbaz, famous monument in Karnataka. Okay, Gol Gumbaz other name is Gola Gummata. Okay, Gol Gumbaz is also known as Gola Gummata. Okay, Gol Gumbaz is also known as Gola Gummata, and that means circular dome. അല്ലേ? Gola Gummata എന്നുള്ള Gol Gumbaz or Gola Gummata എന്നുള്ള വേർഡിന്റെ മീനിങ് എന്താണ്? സർക്കുലർ ഡോം എന്നാണ്. സർക്കുലർ ഡോം എന്ന് വെച്ചാല് നമ്മുടെ മലയാളത്തില് വൃത്താകൃതിയിലുള്ള താഴികക്കുടം എന്ന് പറയും. ആ പിക്ചർ നോക്കുക, ഗോൾ ഗുംബസിന്റെ പിക്ചർ നോക്കുക. അതിന്റെ മുകളിൽ എന്തുണ്ട്? സർക്കുലർ ഡോം ഉണ്ടല്ലേ? ഡോം എന്ന് വെച്ചാല് ഒരു താഴികക്കുടം അല്ലെ? താഴികക്കുടം കണ്ടിട്ടുണ്ടോ? അമ്പലത്തിന്റെയും പള്ളിയുടെയും ഒക്കെ മുകളിൽ ഉണ്ടാകാറുണ്ടല്ലേ താഴികക്കുടം. ആ ഗോൾ ഗുംബസിന്റെ പിക്ചറിൽ അതിന്റെ മുകളിൽ കാണുന്നത് തന്നെയാണ് ഡോം, സർക്കുലർ ഡോം. കണ്ടില്ലേ? വൃത്താകൃതിയിലുള്ള ഒരു വലിയ താഴികക്കുടം ഉണ്ടല്ലേ? അതായത് ആരാധനാലയങ്ങളുടെ ഒക്കെ മുകളിൽ അല്ലെ, അല്ലെങ്കിൽ ഫേമസ് മോണ്യൂമെന്റിന്റെ ഒക്കെ മുകളിൽ, എല്ലാത്തിന്റെയും അല്ല, ചില കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതിന്റെ രീതിക്ക് അനുസരിച്ച് ചിലതിന്റെ ഒക്കെ മുകളിൽ എന്തുണ്ട്? ഒരു താഴികക്കുടമുണ്ട്. അപ്പോ ഗോൾ ഗുംബസ് അല്ലെങ്കിൽ ഗോള ഗുമ്മട്ട എന്ന വാക്കിന്റെ ലിറ്ററലി സെൻസിലുള്ള മീനിങ് എന്താണ്? സർക്കുലർ ഡോം. ഓക്കെ, വൃത്താകൃതിയിലുള്ള ഒരു താഴികക്കുടമുണ്ട് അതിന്റെ മുകളിൽ. ഓക്കെ, okay, once again, Gol Gumbaz is a famous monument in Karnataka that is constructed in the year of 1656. It is also known as
Gola Gummata. The literal sense meaning of Gola Gummata is circular dome. Okay. Circular dome. Okay. അപ്പോ എന്താണ് ഗോൾ ഗുംബസ് is a famous monument in Karnataka that is also known as Gola Gummata. The meaning of Gola Gummata is circular dome. Okay. Gola Gummata എന്നുള്ള വേർഡിന്റെ മീനിങ് സർക്കുലർ ഡോം എന്നാണ്. സർക്കുലർ ഡോം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്താകൃതിയിലുള്ള താഴികക്കുടം എന്നാണ് അതിന്റെ മീനിങ്. ഗൈസ് അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഓക്കെ, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് മോനെ. Okay, where is Gaul Gumbaz is situated? Look at me. Look at me, guys. Okay. Where is Gaul Gumbaz? Karnataka. Karnataka. Okay. The other name of Gaul Gumbaz is what else? Gaul Gumbaz. Okay. The meaning of Gola Gummata. The meaning of Gola Gummata is Kudam. what? Circular dome. What do you mean by circular dome? Kudam. Why you are putting like? Why you are putting thumb impression? Why? For what? Guys, ഇപ്പോ അവിടുന്ന് ഒരു thumb impression കാണിച്ചു. For what? അത് എന്തിനാണ് മോനെ? അത് ചോദിക്കാനാണ്. ഇത് ഏതാണ്? എന്താണത്? ബുലന്ദ് ദർവാസ. എന്താണ് പ്രോബ്ലം? ബുലന്ദ് ദർവാസയിൽ എന്താണ് ഡൗട്ട്? അത് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മള് ചെയ്ത് വരികയാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബുലന്ദ് ദർവാസ എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ is in Uttar Pradesh. Code is F. Okay. Code is F. Okay. Okay, listen. ക്ലാസ് എടുക്കുമ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഒരുപാട് എന്താണ് സ്മൈലീസും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സൂമിൽ ഉണ്ട്. അതൊക്കെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോ ലിസൺ. ഓക്കെ. ഓക്കെ ഗൈസ്, ക്ലിയർ? Buland Darwaza is in Uttar Pradesh. Okay. Okay. We are discussing about Gaul Gumbaz. Gaul Gumbaz is famous monument in Karnataka that is constructed in 1656 and it is also known as Gola Gummata. Gola Gummata means circular dome. Gola Gummata's literal meaning is circular dome. That means വൃത്താകൃതിയിലുള്ള താഴികക്കുടം അല്ലേ? ഒന്നുമില്ല, ഗോൾ ഗുംബസ് എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ എന്തുണ്ട്? വൃത്താകൃതിയില് ഒരു താഴികക്കുടമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഗോൾ ഗുംബസ് അല്ലെങ്കിൽ ഗോള ഗുമ്മട്ട എന്നറിയപ്പെടുന്നു. ഗോള ഗുമ്മട്ട മീൻസ് വൃത്താകൃതി, സർക്കുലർ ഡോം. In literal meaning is circular dome and that means വൃത്താകൃതിയിലുള്ള ഒരു താഴികക്കുടമുണ്ട്. Is it clear? നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഗോൾ ഗുംബസ് ഏത് സ്റ്റേറ്റിലാണ് എന്നാണ് പഠിക്കാനുള്ളത്. ഗോൾ ഗുംബസ് is in Karnataka. Is it clear? That is constructed in 1656 and it is also known as Gola Gummata. Sana Mansu, what are you doing with the textbook? Listen. Okay. Gola Gummata. Gola Gummata means circular dome. Okay. Circular dome means വൃത്താകൃതിയിലുള്ള താഴികക്കുടം. Circular dome. Okay. Circular dome എന്ന് വെച്ചാല് വൃത്താകൃതിയിലുള്ള താഴികക്കുടം എന്നാണ് മീനിങ്. അതായത് ആ ബിൽഡിങ്ങിന്റെ മുകളില് വൃത്താകൃതിയിലുള്ള ഒരു താഴികക്കുടം ഉണ്ട്. Because of that is known as
Gola Gummata, or circular dome, or Gol Gumbas. Okay, is it clear? First one, Gol Gumbas is clear. If you have any doubt about Gol Gumbas, no? Okay, okay. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നമ്മുടെ ജി കെയില് നമ്മൾ ബ്രീഫ് ആയിട്ടൊന്നും നോട്ട്സ് തന്നിട്ടില്ല. ഇനി ജി കെ എല്ലാത്തിനും നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, നോട്ട്സ് വേണമെന്നുണ്ടോ നിങ്ങൾക്ക്? ബിക്കോസ് ഇതിൽ ബ്രീഫ് ആയിട്ട് എന്താണുള്ളത്? നോട്ട്സ് വേണോ ബെനീറ്റ? ആർക്കൊക്കെ നോട്ട്സ് വേണം? ഓക്കെ ഓക്കെ, നമ്മള് ഇതില് ഒരുപാട് പിന്നെ എന്താണ് വളരെ ചെറുതായിട്ട് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അല്ലേ? ഏതൊക്കെ സ്റ്റേറ്റിലാണ് അങ്ങനെയൊക്കെയാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പോ നോട്ട്സ് നമ്മളിപ്പോ റെഗുലർ ക്ലാസ് കൂടെ അല്ലാത്തതുകൊണ്ടാണ് നോട്ട്സ് തരാത്തത്. ഓരോന്നൊക്കെ ഞാൻ നോട്ട്സിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എഴുതിയിട്ടില്ലേ നോട്ട്സില്? ഓക്കെ ഓക്കെ, അപ്പൊ നോട്ട്സ് വേണമെന്നാണെങ്കിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് തരാം. ഓക്കെ കേട്ടോ, 4th ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്ത് തരാൻ ഞാൻ നോക്കാം. നമുക്ക് കിട്ടുന്ന ടൈം അനുസരിച്ച് ആദ്യത്തെ ക്ലാസ് തൊട്ട് വേണോ? ഏത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ചെയ്തു തരാം കേട്ടോ. ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലൊന്നും ഒന്നും ഇല്ലല്ലോ. ഫസ്റ്റ് പോർഷൻ നമ്മൾ എന്താണ് കുറെ പിക്ചേഴ്സ് തന്നു, അത് ഏതൊക്കെ ആനിമൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒന്നും നോട്ട്സ് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ നോട്ട്സ് തരാം. ഓക്കെ, ഇപ്പൊ എല്ലാവരും എന്താണ് ഇത് ഈസി ആണ്, ഏതൊക്കെ മോണ്യുമെന്റ് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് ഫൗണ്ട് ചെയ്ത് എഴുതുക മാത്രമാണ്. ഓക്കെ ഓക്കെ, ലെറ്റ് us continue. And next one is Sanji Stupa, അല്ലേ? The next picture is Sanji Stupa. Okay, first one is clear, that is Gol Gumbas. Is in Karnataka, constructed in 1656, and it is also known as Gola Gummata, and that means circular dome. Circular dome means വൃത്താകൃതിയിലുള്ള താഴികക്കുടം. Okay, ഇത്രയാണ് ഉള്ളത്. Okay, the next picture, the second picture is a Sanji Stupa. The next picture is Sanji Stupa. What do you mean by stupa? Are you heard about stupa? Do you know the Malayalam meaning of stupa? സ്തൂപം എന്ന് കേട്ടിട്ടുണ്ടോ? സ്തൂപം. സ്തൂപം എന്താണ്? കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള എന്താണ്? നമ്മൾ പ്രതിമയൊക്കെ നിർമ്മിക്കില്ലേ? പ്രതിമയൊക്കെ പോലെ കല്ലുകൊണ്ടുള്ള ഒരു സ്തൂപം അല്ലേ? ദാറ്റ് ഇസ് എ കൺസ്ട്രക്ഷൻ. ഓക്കെ, സ്തൂപ. സ്തൂപം എന്നുള്ള മലയാളത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് സ്തൂപ. ഓക്കെ, സാഞ്ചി സ്തൂപ. ഓക്കെ, ഇറ്റ് ഇസ് ദ ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് famous for its great stupa. Sanji Stupa is a Buddhist complex. ബുദ്ധന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബുദ്ധ. Are you heard about Buddha? Okay, ബുദ്ധരുടെ ഒരു കോംപ്ലക്സ് ആണ് സാഞ്ചി സ്തൂപ. ബുദ്ധന്മാര് മാത്രമുള്ള സ്പേസ്, ബുദ്ധന്മാരുടെ ഒരു സ്ഥലമാണ്. ദാറ്റ് ഇസ് ദ കോംപ്ലക്സ് ഓഫ് ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് അല്ലേ? ബുദ്ധന്മാരെ കണ്ടിട്ടില്ലേ അല്ലേ? അപ്പിയറൻസ്, സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെയാണ് അവർക്ക് അല്ലേ? നമ്മളെ പോലാണോ? സ്പെഷ്യൽ ഡ്രസ് ഒക്കെ ഇട്ട് അല്ലേ? മുടിയൊക്കെ മൊട്ടയൊക്കെ ആക്കിയിട്ടാണ് ഉണ്ടാവുക അല്ലേ? അങ്ങനെയാണ് ബുദ്ധന്മാര്. ദാറ്റ് ഇസ് ദ ബുദ്ധിസ്റ്റ് കോംപ്ലക്സ്. സാഞ്ചി സ്തൂപ ഇസ് ദ ബുദ്ധിസ്റ്റ് കോംപ്ലക്സ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്തൂപ. അവിടുത്തെ സ്തൂപം കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് സാഞ്ചി സ്തൂപ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് that is known as Sanji Stupa. Sanji is a place, it's a Buddhist complex. Okay, ബുദ്ധന്മാരുടെ ഒരു സ്ഥലമാണ് സ്തൂപ. ഓക്കെ, ബുദ്ധന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് സാഞ്ചി സ്തൂപ. അവിടെ അത് ഫേമസ് ആയിട്ടുള്ളത് എന്താണ്? അവിടുത്തെ സ്തൂപ കൊണ്ടാണ്. അവിടുത്തെ സ്തൂപമാണ് ആ സ്ഥലത്തിനെ ഫേമസ് ആക്കുന്നത്. ഓക്കെ, look at the picture of Sanji Stupa, the second picture. Okay, look at that. അതിന്റെ ഫ്രണ്ടിൽ കണ്ടോ? കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത്, കണ്ടോ? കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ അതിന്റെ മുമ്പിൽ കാണുന്ന അതാണ് അവിടുത്തെ സ്തൂപം, സാഞ്ചി സ്തൂപ. ദാറ്റ് ഈസ് ഫേമസ് ഫോർ ദിസ് സ്തൂപ. ഓക്കെ, സാഞ്ചി ഈസ് ഫേമസ് ഫോർ ദിസ് സ്തൂപ. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ്, it is the Buddhist complex. Sanji Stupa is the Buddhist complex. ബുദ്ധന്മാരുടെ
സ്ഥലമാണ് സാഞ്ചി സ്തൂപ. ഫേമസ് ഫോർ ഇറ്റ് സ്തൂപ, ഗ്രേറ്റ് സ്തൂപ. അവിടുത്തെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ആ സ്തൂപം കൊണ്ടാണ് സാഞ്ചി സ്തൂപ അറിയപ്പെടുന്നത്. ഓക്കെ. ഡിസ്ട്രിക്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ടൗൺ ഹിൽ ടോപ്പ് സാഞ്ചി. സാഞ്ചിയിലുള്ള ഹിൽ ടോപ്പിലാണ് ഈ സാഞ്ചി സ്തൂപം ഉള്ളത്. ഹിൽ ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? കുന്നിന്റെ മുകളിലാണ് അല്ലെ. സാഞ്ചി എന്ന് വെച്ചാൽ ഒരു പ്ലേസ് ആണ്. ദ നെയിം ഓഫ് എ പ്ലേസ്. സാഞ്ചി is a place. It is the Buddhist complex. Sanji is the Buddhist complex famous for its great stupa on a hilltop at Sanji town in Raisan district. അല്ലേ? സാഞ്ചി ടൗണിലുള്ള, Sanji is a town in Raisan district. Raisan means that is a district in Madhya Pradesh. Okay. മധ്യപ്രദേശിലെ ഒരു ജില്ലയാണല്ലേ. നമ്മൾ കേരളത്തിലെ കണ്ണൂര്, കാസർഗോഡ് എന്നൊക്കെ പറയുന്നത് പോലെ മധ്യപ്രദേശിലെ ഒരു ജില്ലയാണ് റൈസൺ. റൈസൺ ഇസ് എ ഡിസ്ട്രിക്ട്. ഇൻ റൈസൺ ഡിസ്ട്രിക്റ്റിലെ സാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിൽ ടോപ്പിലാണ് സാഞ്ചി സ്തൂപം ഉള്ളത്. ഓക്കെ. സാഞ്ചി സ്തൂപം ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഇൻ മധ്യപ്രദേശ്. ഇൻ മധ്യപ്രദേശ് സ്റ്റേറ്റ്. ഓക്കെ. കോഡ് നമ്പർ, കോഡ് ഏതാണ്? മധ്യപ്രദേശിന്റെ കോഡ്, കോഡ് നമ്പർ ഈസ് D. Okay. Code write ചെയ്തോ? D. Okay. Asia Safa. Asia, where are you? Asia Safa, why are you off your video, Asia? Okay, video on ചെയ്യാ. Okay. Okay, Asia, please wait. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, എന്താണ് മനസ്സിലാവാത്തത്? സാഞ്ചി സ്തൂപ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സാഞ്ചി സ്തൂപ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഗോൾ ഗുംബസ് എന്താണെന്ന് മനസ്സിലായി മോളെ? വാട്ട് ഈസ് ഗോൾ ഗുംബസ്? വേർ ഈസ് ഗോൾ ഗുംബസ്? കർണാടക. ഓക്കെ, കർണാടക അല്ലേ. ഗോൾ ഗുംബസ് അതർ നെയിം ഈസ് Gola Gumata, alle? What that means? Gola Gumata means? Circular dome. Circular dome. That means circular dome means? Gola Gumata. Okay, that's what's the Malayalam meaning of circular dome? വൃത്താകൃതിയിലുള്ള. ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നോക്കുക അല്ലെ. ഗോളഗുമ്മാട്ടന്റെ മുകളിൽ എന്താണ്? വൃത്താകൃതിയിലുള്ള ഒരു താഴികക്കുടം പോലെയുള്ള ഒരു വലിയ സർക്കുലർ ഡോം ഉണ്ട് അല്ലേ. ബിക്കോസ് ഓഫ് ദാറ്റ് ഈസ് നോൺ ആസ് ഗോളഗുമ്മാട്ട. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഗോളഗുമ്മാട്ട എന്നറിയപ്പെടുന്നത്, ആ സർക്കുലർ ഡോം ഉള്ളത് കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപ മീൻസ് ഇറ്റ്സ് എ ഫേമസ് മോണ്യൂമെന്റ് അല്ലേ. ഒരു ഫേമസ് ഗോളഗുമ്മാട്ട പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മോണ്യൂമെന്റ് ആണ് എന്താണ്? സാഞ്ചി സ്തൂപ. ഓക്കെ, സാഞ്ചി സ്തൂപ എവിടെയാണ്? മധ്യപ്രദേശിലാണ് സാഞ്ചി സ്തൂപ എന്ന് പറയുന്ന മോണ്യൂമെന്റ് ഉള്ളത്. സാഞ്ചി എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്ലേസ് ആണ് അല്ലെ. മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ് സാഞ്ചി. അവിടെയുള്ള ഒരു ഫേമസ് സ്തൂപ ഉണ്ട്, ഗ്രേറ്റ് സ്തൂപ. സ്തൂപ എന്ന് വെച്ചാൽ എന്താണ്? സ്തൂപം അല്ലെ. കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്തൂപം ഉണ്ട് അവിടെ. ആ സ്തൂപത്തിന്റെ പേരിലാണ് ഈ സാഞ്ചി ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, സാഞ്ചി ഫേമസ് ഫോർ ഇറ്റ്സ് ഗ്രേറ്റ് സ്തൂപ. ഓക്കെ, അപ്പൊ സാഞ്ചി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേരാണ്. ആ സാഞ്ചി ഫേമസ് ആയിട്ടുള്ളത് അവിടുത്തെ ആ സ്തൂപം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സാഞ്ചി സ്തൂപ ഇസ് എ ഫേമസ് മോണ്യൂമെന്റ് ലൈക്ക് ഗോൾ ഗുംബസ്. ഓക്കെ, ഗോൾ ഗുംബസ് പോലെ. ഗോൾ ഗുംബസ് കർണാടകയിലാണ്. സാഞ്ചി സ്തൂപ എവിടെയാണ്? സാഞ്ചി സ്തൂപ മധ്യപ്രദേശിലാണ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? സാഞ്ചി സ്തൂപയില് വലിയൊരു സ്തൂപമുണ്ട്, കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്തൂപമുണ്ട്. അതുകൊണ്ടാണ് അത് സാഞ്ചി സ്തൂപ എന്നുള്ള പേരിൽ ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോ മധ്യപ്രദേശില് ഒരു ജില്ലയാണ് റൈസൺ. ഓക്കെ, റൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഈ സാഞ്ചി സ്തൂപ ഉള്ളത്. അതായത് കേരളത്തില് നമ്മള് കണ്ണൂര് ഇപ്പൊ എന്തുണ്ട്? പയ്യാമ്പലം ബീച്ച് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ കണ്ണൂർ ഫോർട്ട് ഉണ്ട് കണ്ണൂര്. ഓക്കെ, ഓക്കെ, നമ്മുടെ കേരളത്തിലെ കണ്ണൂരില് എന്തുണ്ട്? കണ്ണൂർ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ഫോർട്ട് ഉണ്ട്. അതുപോലെ മധ്യപ്രദേശിലെ എവിടെയാണ് റൈസൺ എന്ന് പറഞ്ഞ ജില്ലയിലെ സാഞ്ചിയിലാണ് സാഞ്ചി സ്തൂപ ഉള്ളത്. ഓക്കെ, മധ്യപ്രദേശിലാണ് റൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്ട്. ഓക്കെ, അവിടെയാണ് സാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്തൂപ ഉള്ളത്. ഓക്കെ, അതായത് ഒരു കുന്നിന്റെ മുകളിലാണ്, ഹിൽ ടോപ്പിലാണ് സാഞ്ചി സ്തൂപ ഉള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ആസിയ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, Yes. ഓക്കെ. And Sanji Stupa is the Buddhist complex famous for its great stupa on a hilltop at Sanji town in Raisan district of the state of Madhya Pradesh. അല്ലേ? സാഞ്ചി ടൗണില് റൈസൺ ഡിസ്ട്രിക്റ്റിലെ മധ്യപ്രദേശിലെ റൈസൺ ഡിസ്ട്രിക്റ്റില് സാഞ്ചി എന്ന് പറഞ്ഞ ടൗണിലെ ഒരു ഹിൽ ടോപ്പിലാണ് സാഞ്ചി സ്തൂപ ഉള്ളത്. ഓക്കെ, ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോ ഗോൾ ഗുംബസ് ഉള്ളത് കർണാടകയിലാണ്. ഗോൾ ഗുംബസ് ഗോള ഗുമ്മാട്ട എന്നുള്ള പേരിൽ കൂടി ഫേമസ് ആയിട്ടുണ്ട്. ഗോള ഗുമ്മാട്ട മീൻസ് സർക്കുലർ ഡോം. സർക്കുലർ ഡോം എന്ന് വെച്ചാല് വൃത്താകൃതിയിലുള്ള ഒരു താഴികക്കുടം എന്നാണ് അർത്ഥം. അതായത് ആ ബിൽഡിംഗ് കാണുമ്പോ എന്തുണ്ട്, വൃത്താകൃതിയിലുള്ള ഒരു താഴികക്കുടം ഉണ്ട്. അതിന്റെ മുകളിൽ, അമ്പലത്തിന്റെ ഒക്കെ മുകളിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള ഒരു സാധനം, താഴികക്കുടം? അമ്പലത്തിന്റെ, പള്ളീന്റെ അല്ലേ ഉണ്ടാവാറുണ്ടല്ലേ? പള്ളിയുടെ അല്ലേ, നമ്മുടെ എന്താണ് മോസ്കിന്റെ ഒക്കെ മുകളിൽ ഉണ്ടാവാറുണ്ട് അല്ലെ? വൃത്തത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? മുസ്ലിം പള്ളികളുടെ ഒക്കെ മുകളിൽ വൃത്തത്തിലുള്ള ഒരു സർക്കുലർ ഡോം നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? നമ്മുടെ അമ്പലത്തിലൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ഇങ്ങനെ കൂർത്തതാണ്. പക്ഷെ മുസ്ലിം പള്ളിയുടെ മുകളിൽ എന്തുണ്ട്, നല്ല സർക്കുലർ ആയിട്ടുള്ള ഒരു ഡോം മിക്കവാറും കാണാറുണ്ട് അല്ലേ? സർക്കുലർ ഡോം, അതാണ് സർക്കുലർ ഡോം. അതായത് വൃത്താകൃതിയിലുള്ള ഒരു താഴികക്കുടം അല്ലേ? ഒരു ആരാധനാലയത്തിന്റെ ഒക്കെ മുകളിൽ ഉണ്ടാവുന്നത് പോലെ. അതുകൊണ്ട് ഗോൾ ഗുംബസിനെ ഗോള ഗുമ്മാട്ട, സർക്കുലർ ഡോം എന്ന് അറിയപ്പെടുന്നു അല്ലേ? ദ നെക്സ്റ്റ് വൺ ഈസ് സാഞ്ചി സ്തൂപ. സാഞ്ചി എന്ന് പറയുന്ന ഇത് മധ്യപ്രദേശിലാണ്. സാഞ്ചി സ്തൂപ is also a famous monument in മധ്യപ്രദേശ്. Okay, that is in Raisan district. That is Raisan district. അതായത് കേരളത്തിലെ ഒരു ജില്ലയാണ് കണ്ണൂര്. അതുപോലെ മധ്യപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് റൈസൺ. ഓക്കെ, റൈസൺ ഡിസ്ട്രിക്റ്റിലാണ് ഈ സാഞ്ചി സ്തൂപ ഉള്ളത്. ഓക്കെ, അതായത് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ഫോർട്ട് അല്ലെ, അല്ലെങ്കിൽ പയ്യാമ്പലം ബീച്ച്. അതുപോലെ മധ്യപ്രദേശിലെ റൈസണിലെ സാഞ്ചിയിലാണ് ഈ സാഞ്ചി സ്തൂപ ഉള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ബോത്ത് ആർ ക്ലിയർ? ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഏതാണ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ്, ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് മാത്രമാണ് ഉള്ളത് അല്ലേ? ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് ഫൗണ്ട് ചെയ്ത് എഴുതാന്നുള്ളത് മാത്രമാണ്. പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തായാലും ആവശ്യം വരും അല്ലേ? നമ്മൾ ഏത് ടാലന്റ് എക്സാം എഴുതുകയാണെങ്കിലും അല്ലേ, പല ടൈപ്പ് ഓഫ് എക്സാം ഉണ്ട് അല്ലെ? എല്ലാത്തിനും ജികെക്ക് ഒരു വലിയ റോൾ ഉണ്ട് അല്ലേ എല്ലാ എക്സാമിലും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ജികെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം എന്ത് ചെയ്യാ, പഠിക്കുക. മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് തന്നെ പഠിക്കുക. വളരെ ചുരുക്കാതെ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പല വശങ്ങളും ഉണ്ടല്ലേ പഠിക്കാൻ. ഇപ്പോ സാഞ്ചി സ്തൂപ ഈസ് ഇൻ മധ്യപ്രദേശ്, അത്രേ നമുക്ക് പഠിക്കാനുള്ളൂ ഏത് സ്റ്റേറ്റിലാണെന്ന്. പക്ഷെ മധ്യപ്രദേശിലെ റൈസൺ, where are you going? ഞാൻ ആർക്ക് വേണ്ടിയാണ് പറയുന്നത് ഗൈസ്? Are you playing? This is not fair guys. Okay, listen, നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, only 3 minutes are remaining there. സ്കൂൾ വിടുന്നതിന് മുമ്പേ തന്നെ ബാഗൊക്കെ എടുത്ത് തോളിൽ വെച്ച് റെഡി ആയി നിൽക്കുന്ന പോലെയാണ് പലരും നിൽക്കുന്നത് 40 minutes കഴിയാൻ വേണ്ടി. അപ്പൊ തന്നെ എടുത്തിട്ട് ഓടാന്ന് എഴുതിയിട്ടല്ലേ? നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, ഓർക്കുക അത്. ലിസൺ, അപ്പോ എന്താണ് സാഞ്ചി സ്തൂപ, ഗോൾ ഗുംബസ്, ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ?
ഇത് രണ്ടും ഓർത്ത് വെക്കുക മനസ്സില്. എവിടെയാണ് സാഞ്ചി സ്തൂപ്പ, എവിടെയാണ് മധ്യപ്രദേശ്, ഒന്നുമില്ല, നമുക്ക് ഇപ്പൊ തന്നെ ഓർക്കാനുള്ളതേ ഉള്ളൂ. സാഞ്ചി സ്തൂപ്പ ഈസ് ഇൻ മധ്യപ്രദേശ്, ഗോൾ ഗുംബസ് ഈസ് ഇൻ കർണാടക. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലെ, നമ്മുടെ ടൈം കഴിഞ്ഞു. ഓക്കെ ഓക്കെ, എഡ്വിൻ എന്താണ് എഡ്വിൻ? ഓക്കെ ഓക്കെ, ബൈ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വരാം കേട്ടോ, അതിനെ കുറിച്ചൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ. ഓക്കെ.